നമുക്കിനി രാജ്യ തലസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങൾ നോക്കാം. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ പ്രതിഷേധത്തിൽ ഉപരാഷ്ട്രപതിയെ പരിഹസിച്ച രാഹുലിനെ വിമർശിച്ച ബിജെപി ഇരുസഭകളിലും ബിജെപി എംപിമാർ നോട്ടീസ് നൽകി. കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മുതിർന്ന ബിജെപി നേതാവ് LK അദ്വാനിക്ക് ക്ഷണം. RSS സഹസർ കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽ, RSS അഖില ഭാരതീയ സമ്പർക്ക് പ്രമുഖ് രാംലാൽ, VHP അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് വർമ്മ എന്നിവരാണ് അദ്വാനിക്ക് ക്ഷണക്കത്ത് കൈമാറിയത്. അടുത്ത മാസം 22-നാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമായ രണ്ട് വാർത്തകൾ: ഒന്ന്, പാർലമെന്റിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ മുതലെടുപ്പ് അത് ഇപ്പോഴും തുടരുകയാണ്. രണ്ട്, രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഇന്നലെ ഈ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടയിലാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖറെ വ്യക്തിപരമായി പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ ജഗദീപ് ധൻഖറെ അനുകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായത് തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗമായ കല്യാൺ ബാനർജിയുടെ ഭാഗത്ത് നിന്നാണ്. കല്യാൺ ബാനർജി ഈ രീതിയിൽ ജഗദീപ് ധൻഖറെ അധിക്ഷേപിക്കുമ്പോൾ അതിന് കൈയടിക്കുകയും അത് വീഡിയോയിൽ പകർത്തിക്കൊണ്ട് അതിന് ആവേശം പകരുകയും ചെയ്യുന്ന പ്രവർത്തനം വയനാട് MP രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വളരെ വേഗത്തിൽ പ്രചരിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുലിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് BJP രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ പദവിയാണ് ഉപരാഷ്ട്രപതി എന്നത്. രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അങ്ങനെയുള്ള ആളുകളെ പാർലമെന്റ് വളപ്പിൽ വെച്ച് തന്നെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് രാജ്യത്തെ അപമാനിക്കുന്നതിനും ആ പദവിയെ അപമാനിക്കുന്നതിനും തുല്യമാണ് എന്നതാണ് BJPയുടെ വാദം. ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുസഭകളിലും BJP ഇന്ന് ഈ ഉപരാഷ്ട്രപതിയെ അധിക്ഷേപിച്ചു എന്ന വിഷയത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ വിഷയം പാർലമെന്റിന് പുറത്തും വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. ജാട്ട് അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ ജാട്ട് സമുദായ സംഘടനകൾ ഇപ്പോൾ രാഹുലിനെയും ഈ പ്രതിപക്ഷ എംപിമാരെയും വിമർശിച്ച് രംഗത്തെത്തിയത് വളരെ ശ്രദ്ധേയമായി. കാരണം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അദ്ദേഹം രാജസ്ഥാനിലെ ജാട്ട് മേഖലയിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം ജന്മന ഒരു കർഷക നേതാവാണ്. അതിനാൽ ഇപ്പോൾ കർഷക സംഘടനകളും അതോടൊപ്പം തന്നെ ജാട്ട് സമുദായ സംഘടനകളും കോൺഗ്രസിനെയും രാഹുലിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. കാരണം ഉപരാഷ്ട്രപതിയെ വിമർശിക്കുന്നത് വലിയ തോതിൽ രാജ്യത്തിന് അപമാനകരമാണ് എന്ന വിമർശനവും അതോടൊപ്പം തന്നെ ജാട്ട് സമുദായത്തിനെതിരായ കടന്നുകയറ്റമാണ് ഇത് എന്ന വിമർശനവുമായിട്ടാണ് ഇപ്പോൾ ജാട്ട് അനുകൂല സംഘടനകൾ, സാമുദായിക സംഘടനകൾ കൂടി ഈ പ്രതിപക്ഷ എംപിമാർക്കെതിരെ, പ്രത്യേകിച്ച് ഈ രാഹുലിനെതിരെ ഈ ഒരു നിമിഷത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇന്നും പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാവിലെ ഇരുസഭകളും ചേരുമ്പോൾ രണ്ട് വിഷയങ്ങളാകും. ഒന്ന്, ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഈ ഉപരാഷ്ട്രപതിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ഒരു അധിക്ഷേപം അത് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഭരണപക്ഷം തീർച്ചയായും ഉന്നയിക്കും. പ്രതിപക്ഷമാകട്ടെ സസ്പെൻഡ് ചെയ്ത എംപിമാരെ അവർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നും ഒപ്പം പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ സംസാരിക്കണമെന്നീ ആവശ്യം ഉന്നയിച്ചാകും ഇന്നും പ്രതിഷേധം നടക്കുക. അതിനാൽ ശൈത്യകാല സമ്മേളനത്തിന്റെ ഈ ദിനവും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി.